ഞാൻ ഗുരുനിത്യയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഒരമ്മ നിത്യനെ കാണാൻ വന്നു. റൂമിലാണ്, ഗുരു കത്തെഴുതി തരികയാണ്, ഞാൻ അടുത്തിരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഗുരു കുട്ടിക്ക് ഏത് കുട്ടികൾ വന്നാലും മിഠായി എടുത്ത് കൊടുക്കും. അപ്പോൾ ഗുരു കുറച്ച് മിഠായി എടുത്ത് കൊടുത്തു. ഉടനെ തന്നെ കുട്ടി ഇടത്തെ കൈ നീട്ടി. ഇടത്തെ കൈ നീട്ടിയ ഉടനെ അമ്മ കുട്ടീനെ ഒരൊറ്റടിയാണ് കയ്യിൽ. ഉടനെ തന്നെ നിത്യ ഗുരുവിനെ അടി കിട്ടിയ പോലെ ഗുരു അങ്ങ് എന്താ മോളെ നീ ചെയ്തേന്ന് ചോദിച്ചു. അപ്പോൾ ഇടത്തെ കൈ കുട്ടി മിഠായി വാങ്ങിക്കാൻ നീട്ടിയപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാനും അസ്വസ്ഥായി. പിന്നെ കുട്ടി ഇടത്തെ കൈ മാറ്റി വലത്തെ കൈ നീട്ടിയപ്പോൾ അമ്മ സ്വസ്ഥമായി, ഞാൻ സ്വസ്ഥമായി. പക്ഷെ നിത്യൻ അസ്വസ്ഥനാവുന്നില്ല, നിത്യൻ അസ്വസ്ഥത തുടരുകയാണ്. ഗുരു അമ്മയോട് ചോദിച്ചു, എന്തിനാണ് മോളെ നീ ആ കുട്ടിയുടെ കയ്യിൽ അടിച്ചത്? ഇടത്തെ കൈക്ക് എന്താണ് കുഴപ്പം? വലത് കൈ പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ഈ ശരീരത്തിൽ ഇടതേ കൈ? എന്താണ് വ്യത്യാസം? എന്ത് തെറ്റാണ് ഇടത് കൈ ചെയ്തത്? നമ്മൾ ഇതുവരെ അത് ചിന്തിച്ചിട്ടില്ല. പലപ്പോഴും നിസ്സാരമായൊരു കാര്യമാണ്, വളരെ നിസ്സാരമായൊരു കാര്യമാണ്. നമ്മൾ കാലങ്ങളായി ശീലിച്ചു പോയതുകൊണ്ട് നമുക്കതൊരു തെറ്റാണ്. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുകയും ഈ ലോകം മുഴുവൻ ഒന്നാണെന്നും മതങ്ങളും ദർശനങ്ങളും തമ്മിലുള്ള വിഭാഗീയത പാടില്ലെന്നൊക്കെ ചിന്തിച്ച് വീടൊക്കെ വിട്ടിറങ്ങി ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് നിത്യൻ്റെ അടുത്തെത്തി ഏകലോക ദർശനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും അസ്വസ്ഥനാവുകയാണ് ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ആഴത്തിലുള്ള ചിന്തകളുണ്ട് എന്നതുകൊണ്ട് സമ്യക്കായ ഒരു ജീവിത അവബോധമൊന്നും നമുക്കുണ്ടാവാൻ പോകുന്നില്ല.